മനസ്സിൻ നൊമ്പരങ്ങൾ എന്ന പരിപാടിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയുള്ളത് ക്രിസ്റ്റീനിലെ സന്തോഷേട്ടനാണ്. സന്തോഷേട്ട, ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. മഹത്തായ വ്യക്തികളൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്വപ്നങ്ങൾ കാണുക, അവ നിങ്ങളെ വളർത്തിയെടുക്കും എന്നാണ്. പക്ഷേ സ്വപ്നങ്ങളുടെ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, ദിവാസ്വപ്നങ്ങൾ. ഇവ തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്താണ്? ഇവ രണ്ടും നമ്മൾ ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രമുഖരായ വ്യക്തികളൊക്കെ പറയുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ദൈവികമായ ആശയം ഉണ്ടാവുകയാണ്. എനിക്ക് ഇന്ന രീതിയിൽ ഉയരാനായിട്ട് സാധിക്കും, ദൈവം എന്നെ ഉയർത്തും. ആ ലക്ഷ്യം വെച്ച് അവരെന്ത് ചെയ്യുന്നു? കഠിനാധ്വാനം ചെയ്യുന്നു. അവർ കട്ടിലേന്ന് എഴുന്നേൽക്കുന്നു, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നു. എന്ത് ചെയ്യുന്നു? അവരുടെ വ്യക്തി ജീവിതങ്ങളെ ബിൽഡപ്പ് ചെയ്ത്, പഠനത്തെ ബിൽഡപ്പ് ചെയ്തിട്ട് അത് നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. എന്നാൽ ദിവാസ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ സ്വപ്നം കാണുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര വലിയൊരാളായിട്ട് മാറുന്നു, പക്ഷേ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ, കട്ടിലേന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വപ്നമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് ഇല്ല. അത് ഒരു സ്വപ്നമായിട്ട് മാറും. പലപ്പോഴും പല കുട്ടികളുടെ ഉള്ളിൽ ദൈവികമായ അല്ലെങ്കിൽ ദൈവം തരുന്ന സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളായിട്ട് അവരെന്ത് ചെയ്യുന്നു? കാണും. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയുടെ കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഒരിക്കലും ആൺകുട്ടി അവനെ കൊണ്ട് മമ്മിയും പപ്പായും പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവനെ സഹായിക്കണം, ക്രിസ്ത്യൻ ധ്യാനത്തിനായിട്ട് വന്നതാണ്. അവൻ്റെ പ്രശ്നം ഇതാണ്, അവന് വലിയ വലിയ സ്വപ്നങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും വിചാരിക്കാനാവാത്ത വണ്ണം വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്വപ്നം അനുസരിച്ചുള്ള ഒരു അധ്വാനമോ ഒരു ക്രിയേറ്റിവിറ്റിയോ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് കുറേ നാളുകൾക്ക് മുമ്പ് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു ഇവന് ക്രിക്കറ്റിൽ സച്ചിനായി തീരണം. അപ്പോൾ അവനെന്ത് ചെയ്യണോ? അവനെ കളിക്കാൻ വിടണം, കോച്ചിങ് ക്യാമ്പിൽ വിടണം, ഇത്ര വലിയ ബാറ്റ് വേണം. തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടിയ ബാറ്റ് അവന് വേണ്ടത്. അപ്പോൾ ശല്യം സഹിക്കാതെ വന്ന് മമ്മിയും പപ്പായും എന്ത് ചെയ്തു? നല്ലൊരു ബാറ്റ് വാങ്ങിച്ചു കൊടുത്തു, പന്ത് വാങ്ങിച്ചു കൊടുത്തു. ആ പന്തും ബാറ്റും കെട്ടി കുറേ ദിവസം അടുപ്പിച്ച് കളി. അപ്പോഴേക്കാണ് അവധി വന്നത്. അവധി വന്ന മമ്മിയും പപ്പായും ചെയ്തു ഒരു കാര്യം, നീ പോയി കോച്ചിങ് ക്യാമ്പിൽ പോയി കളിക്കാൻ പഠിക്കാനല്ലോ. അവനെന്ത് ചെയ്യുന്നു? ആഘോഷമായിട്ട് ഏറ്റവും നല്ല വില കൂടിയ ഈ ക്രിക്കറ്റിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ച് ധരിച്ച് കോച്ചിങ് ക്യാമ്പിൽ പോയി. കോച്ചിങ് ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഇവർ ഉദ്ദേശിച്ച പോലെ കളിയല്ല, പിന്നെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്തപ്പോൾ കോച്ച് പല പ്രാവശ്യവും പിന്നെ എന്ത് ചെയ്യുന്നു? പണിഷ്മെൻറ്റൊക്കെ കൊടുത്തു. കൂടുതൽ ഓടണം, ബോഡിക്ക് നല്ല വ്യായാമം ചെയ്യണം. അപ്പോൾ ഇവന് ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല. അവൻ അതോടുകൂടി എന്ത് ചെയ്തു? കളി നിർത്തി, ബാറ്റും കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഞാനൊന്നും ക്രിക്കറ്റിനില്ല, സാറ് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ സ്വപ്നം അതോടുകൂടി തീർന്നു. അപ്പോൾ മമ്മിയും പപ്പായും ഒത്തിരി ദൈവത്തിന് നന്ദി പറയും. ദൈവമേ ഇതിൽ നിന്ന് രക്ഷമായിട്ടില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവൻ സ്വപ്നം വന്നു. അവൻ ബിസിനസ്സുകാരനാണ്. അവൻ എവിടെയോ പുസ്തകത്തിൽ വായിച്ചു, ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ബിസിനസ് നടത്തി ടേൺ ഓവർ വർദ്ധിപ്പിച്ച ഒരാളെക്കുറിച്ച്. പിന്നെ അന്വേഷണം മുഴുവൻ അതായി. എന്നിട്ട് അമ്മയോട് പറയും, അപ്പയോട് പറയും, ഞാൻ വലിയ ബിസിനസ്സുകാരനാകും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ പരിഹരിക്കും. അപ്പോഴും ഒരു കാര്യം കണ്ടത്, മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എടാ ബിസിനസ്സുകാരനാണെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട, അത്യാവശ്യം. അപ്പം പഠിക്കുന്നൊന്നും ശ്രദ്ധയില്ല, ബിസിനസ്സിൻ്റെ വലിയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അവന് എന്ത് ചെയ്യും? മമ്മിയുടെ പപ്പായോട് പറയും, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാക്കി തരാം. നമുക്ക് ഇത് കേട്ടിട്ട് നമുക്ക് ചിരി വരുക, ഇവനെന്താ ഇങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ മമ്മിയും പപ്പായും കുറേ പ്രാർത്ഥിച്ച് അവസാനം എന്തോ ദൈവകൃപയാൽ അത് മാറി. ഇപ്പോൾ ഈ അടുത്ത നാളിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവന് 10ാം ക്ലാസ്സിലടുത്ത് പഠിക്കുന്നത്. വലിയ സ്വപ്നമാണ്, എത്രയും വേഗം കാശുകാരനായിട്ട് മാറണം. അപ്പോൾ അതിനെക്കുറിച്ച് അവൻ ഡിസ്കസ് ചെയ്യുന്നു. എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുക, ചെറിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. എന്ത് ചെയ്യുന്നു? ഇന്ന ബിസിനസ്സുകാരൻ ഇന്നതുപോലെ ബിസിനസ് ചെയ്തിട്ട് ചെറുപ്പത്തിൽ തുടങ്ങി അയാൾ ഇത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള വലിയ വ്യക്തിയായിട്ട് മാറിയെന്ന് ഇവൻ്റെ കമൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഇവന് വേറൊരു ലോകത്താണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവനെ കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ച് വിട്ട്, എന്നിട്ട് പറഞ്ഞു 1 മാസം നീ വീണ്ടും വരണം. ഇവനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷേ ഇവനതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നതിനല്ല ഇവന് ഉത്തരം തിരിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രശ്നമായിട്ട് കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പറയുകയാണ്, മോനെ ബൈബിൾ ഇന്നത് പറയുന്നുണ്ടെന്ന് റിസീവ് ചെയ്യണമല്ലോ. പക്ഷേ ഇവൻ റിസീവ് ചെയ്യുന്നില്ല. ഇവനെപ്പോഴും നമ്മളെന്തെങ്കിലും പറഞ്ഞാലും ഇവൻ്റെ ഉത്തരവെല്ലാം എന്ത് ചെയ്യുന്നു? ഇവൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലോകത്താണ്.
അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. മമ്മിയോടും പപ്പായോടും പ്രാർത്ഥിക്കട്ടെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോഴിവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ചോദിച്ചു, എൻ്റെ പുതിയ ചിന്ത എന്താണ്? ഒരാമൻ പറഞ്ഞു, എനിക്ക് പരുന്തിനെ വളർത്തണം. പരുന്തില്ലേ, അതിനെ വളർത്തണം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം വേറെ വല്ലാതാണ്. കാരണം ഇപ്പോൾ ബിസിനസ് എല്ലാം വിട്ട് അപ്പം മമ്മി ലവ് ബേഡ്സിനെ വളർത്താൻ. അപ്പോഴത്തെ നിനക്ക് ലവ് ബേഡ്സ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, അപ്പോൾ സന്തോഷമാണ് അത് വളർത്താൻ. അവൻ പറഞ്ഞു, ലവ് ബേഡ്സിനെ ഒന്നും പറ്റിയല്ല, എനിക്ക് പരുന്തിനെ തന്നെ വളർത്തണം. അപ്പോൾ ഇത് വെച്ച് നിനക്ക് ഇതിനോട് അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഏറ്റവും ഇപ്പോൾ അവൻ കണ്ട സിനിമകളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പരുന്ത് വന്ന് നായകൻ്റെ കയ്യിലിരിക്കുന്നു, പറന്നു പോകുന്നു, സന്ദേശങ്ങൾ കൈമാറുന്നു. ഇത്രയേ ഉള്ളൂ. പുതിയൊരു ഹീറോ ആകണം, അത്ര ഇവൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ പറയുന്ന എല്ലാം ഇവൻ എന്ത് ചെയ്യുന്നു? പരുന്തിനെക്കുറിച്ചാണ്. ചേട്ടൻ സംസാരിക്കണം, അപ്പനോടും അമ്മയോടും പറഞ്ഞത് എന്ത് ചെയ്യുന്നു? പരുന്തിനെ വാങ്ങിക്കാനായിട്ട് പറയണം. ഇതൊക്കെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഞങ്ങൾ അന്ന് കുറേ നേരം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ കുഞ്ഞിനെ സഹായിക്കുന്നതിന് വഴി പറഞ്ഞു തരണമേ. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴോ ഒന്നും സ്വീകരിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇവൻ വേറൊരു ലോകത്താണ് നിൽക്കുന്നത്. ഇനി ഇവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ഇറക്കിയപ്പോൾ ഇത് തന്നെയാണ്. കൂട്ടുകാരുടെ മുമ്പിൽ ഇവൻ എന്ത് ചെയ്യുന്നു? വലിയ വലിയ വീരവാദങ്ങളാണ് മുഴക്കുന്നത്. എന്നിട്ട് വലിയ കാര്യങ്ങൾ പറയും. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പപ്പ പരുന്ത് വാങ്ങിക്കാനായിട്ട് പോവാണ്, നാളെ വരുത്തും, പരുന്തിനെ കൊണ്ടുവരും. അപ്പോൾ കൂട്ടുകാർ പറയും കാണട്ടടാന്ന് പറയും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പരുന്ത് വാങ്ങിക്കാനായിട്ട് എന്തുണ്ടാക്കുന്നു? ബഹളം ഉണ്ടാക്കുക. വീട്ടുകാർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? സിനിമയിൽ കാണുന്ന മരുന്നൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ. അങ്ങനെ ആകപ്പാടെ സ്ട്രഗിളാണ്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഈ കുട്ടിയെ കണ്ടു സഹായിച്ചിട്ടൊന്നും കുട്ടിക്ക് വലിയ മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 3ാമത്തെ 4ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു? വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ തോന്നി ഈ കുഞ്ഞിന് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, വാക്കുണ്ട്, യൂദാശ്ലീഹായുടെ ലേഖനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. കാരണം ഇവനിങ്ങനെ ഫാൻറ്റസി പോലെ ലോകത്താണ് നിൽക്കുന്നത്. അപ്പോഴും ഇവൻ ചില കാര്യങ്ങൾ ഇവൻ അശുദ്ധിയിൽ പോകുന്നുമുണ്ട്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. കേട്ടോ, ഇവന് ഈ സ്വഭാവമുണ്ട്. ഇവനിങ്ങനെ വലിയ മനുഷ്യനായിട്ട് എന്ത് ചെയ്യുന്നു? ഹീറോ ആയിട്ട് മാറുന്നു. അതിനുശേഷം ആ ഹീറോ എന്ത് ചെയ്യുന്നു? കോളേജിൽ ചെല്ലുന്നു, സ്കൂളിൽ ചെല്ലുന്നു, എല്ലാവരും കരഘോഷത്തോടെ ടി വിയിലെ കാണുന്ന പോലെ കരഘോഷം സ്വീകരിക്കുന്നു. ആൺകുട്ടികൾ ഇവന് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഇവൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്നു. അതൊക്കെ ഇവൻ്റെ ചിന്തകളിൽ. എന്ന് ഇവൻ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവൻ ലൈംഗിക മേഖലയിലും രാത്രിയിൽ ഇങ്ങനെ അശുദ്ധിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് രണ്ടുകൂടെ ഇതായിട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി ഈ കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അവിടെയാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു നോക്കി, നമുക്കറിയാവുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ എടുത്തുകൊണ്ട് ഇവനെ വിട്ടു. അദ്ദേഹം ഇവനുമായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടി നമ്മൾ പറയുന്നൊന്നും സ്വീകരിക്കുന്നില്ല. ആദ്യം അദ്ദേഹം ആ കൊച്ചിനെ കാണിച്ചത് സൈഡ് സൈക്കോളജിസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കണ്ട് ഈ കുട്ടികളെക്കുറിച്ച് കൂടുതൽ മനസ്സ് തന്നെ പഠിച്ച് ആ മേഖലയിൽ എടുത്തവരാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ഈ കുട്ടിക്ക് ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവൻ ടീനേജ് വന്നപ്പോൾ അവൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 8ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടാണ് ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പോൾ അവൻ്റെ ഹോർമോൺ ചേഞ്ചിൽ അവൻ്റെ ശരീരത്തിൽ കുറേ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ എന്തോ ഇവനെന്തോ ചില പറയില്ല, ചില ചെറിയ മരുന്നിൻ്റെ ആവശ്യമുണ്ട് തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഈ കുഞ്ഞിനെ റെഫർ ചെയ്തു. ഡോക്ടർ എന്ത് ചെയ്തു? ഈ കുട്ടിയുമായിട്ട് സംസാരിച്ചു, ഇതിൻ്റെ ഹിസ്റ്ററി എല്ലാം കണ്ടെത്തി. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ ശരീരത്തെ മുഴുവൻ ബാലൻസ് ചെയ്ത് നിർത്തുന്ന കെമിക്കലാണ്. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം കെമിക്കലാണ് അല്ലേ? ചില കെമിക്കൽ നമ്മുടെ ഉള്ളിൽ കുറയുമ്പം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? സ്വഭാവത്തിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ഇന്ന കെമിക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്നു, കൂടിയാൽ ഉറക്കം കൂടുന്നു. ഇപ്പോൾ നമ്മൾ ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു കെമിക്കലാണ്. അത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു മെഡിസിൻ ഇവന് കൊടുക്കാൻ പറഞ്ഞു. ഇവൻ്റെ മമ്മിക്കും പപ്പായ്ക്കും തുറവി ഉണ്ടായിരുന്നു. ആ തുറവിയോട് കൂടി അവരെന്ത് ചെയ്തു? നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഈ ചെറിയൊരു മെഡിസിൻ കൊടുത്തപ്പോൾ കണ്ടൊരു പ്രത്യേകത,
ഈ കുട്ടി എന്ത് ചെയ്യുന്നു, നോർമലായിട്ട് മാറി. ഇന്ന് ദൈവകൃപയാൽ അവൻ്റെ മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. സന്തോഷേട്ടാ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ കുട്ടിയുടെ ജീവിതത്തിലൂടെ, ആ കുട്ടിക്ക് ഓരോ സമയത്തും ജീവിത ലക്ഷ്യങ്ങൾ പലതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. പക്ഷെ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പദ്ധതിയുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇന്നയാളാകണം എന്നൊരു പദ്ധതി ഉണ്ടല്ലോ. ആ പദ്ധതി തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ ഈ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ട്? ഈ കുട്ടിയെ സംബന്ധിച്ചോളം അതല്ല. ഈ കുട്ടികളുടെ മനസ്സിൽ കൗമാരപ്രായത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ബോഡിയിലുണ്ടായ ഹോർമോൺ ചേഞ്ച് മൂലം ഒരു പ്രത്യേക, അത് ആ ഡോക്ടർ എന്താ പറയുക ഓർക്കുന്നില്ല, ആ കെമിക്കൽ കുറഞ്ഞു പോയി. ആ കെമിക്കൽ കൃത്യമായിട്ട് ആഡ് ചെയ്തപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നു, വ്യത്യാസമുണ്ട്. മോൻ പറഞ്ഞത് ചില കുട്ടികൾക്ക് സംഭവിക്കാം. കാരണം അവർ വെറിയ സ്വപ്നം കാണുന്നു, ദൈവത്തോടൊന്നും സഹകരിക്കുന്നില്ല. ദൈവം തരുന്നൊരു സ്വപ്നമാണെങ്കിൽ ആ ലക്ഷ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ലക്ഷ്യം റീച്ച് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സ്വപ്നമാണ്. ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ കേസിൽ ഇവൻ്റെ ബോഡിയിലുണ്ടായ മാറ്റത്തിൽ എന്തോ ഒരു ചെറിയ ഒരു വ്യതിയാനം വന്നു കെമിക്കലിൽ. അതിന് ഒരു ചെറിയൊരു മരുന്ന് സപ്പോർട്ട് കിട്ടിയപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, നോർമൽ തിങ്കിങ്ങിലേക്ക് വരാൻ സാധിച്ചു. പിന്നീട് അവൻ ധ്യാനം കൂടിയപ്പോൾ വചനം പറയുമ്പോഴും ഒക്കെ സ്വീകരിക്കാൻ തയ്യാറായി. മറ്റു നമ്മളൊരു കാര്യം പറയുമ്പോൾ അവൻ വേറെ ലോകത്താണ്. നമ്മൾ പറയുന്നതുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. എനിക്കറിയാവുന്നൊരു കുട്ടിയുടെ സന്തോഷിട്ട് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോളേജിൽ വന്നിരിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി ഫുൾ ടൈം പുസ്തകത്തിൽ നോക്കുന്നുണ്ട്, എന്നാലും കാണുന്നത് അവളുടെ രൂപം, എഴുത്തൊന്നും അല്ല കാണുന്നത്, അവൾക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് കാണുന്നത്. അവൾ പറയുന്നത് അവൾ സ്വപ്നം കണ്ടു, ആ കുട്ടി എന്നോട് വന്ന് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞു എന്ന് സ്വപ്നം കണ്ടു. അപ്പം എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് എന്നോട് കുറേ ദിവസമായി വന്ന് ചോദിക്കുന്നു. ആ കുട്ടിയെ സംബന്ധിച്ചോളം ചിലപ്പം ഈ പെൺകുട്ടി ആ ആൺകുട്ടിയെ എന്ത് ചെയ്യും, നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. അവൾക്കറിയാം, ചിലപ്പോൾ അറിയാം താൻ പോയി ചോദിച്ചാൽ ഒരിക്കലും അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവളുടെ ആഗ്രഹം എന്ത് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും സഫലീകരിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നു. അപ്പോഴും അതിനോടനുബന്ധിച്ച ഡ്രീം അവൾ കണ്ടിരിക്കുന്നത്. ആ ഡ്രീമിൽ വന്ന് കണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, അവൻ വന്ന് ഇവളോട് വന്ന് എന്ത് ചെയ്യുന്നു, ഐ ലവ് യു, സ്നേഹമാണെന്ന് പറയുന്നു, നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളം വിശ്വസിക്കുകയാണ്, അത് നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു, കാത്തിരിക്കുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പഠിക്കേണ്ടതൊന്നും പഠിക്കാതെ അവളെ തേടി പരാജയം അവളുടെ അടുക്കലേക്ക് വരികയാണ്. അവിടെ നമുക്ക് മോക്ക് പറഞ്ഞു കൊടുക്കാൻ വരുന്നത്, നീ ഈ ആഗ്രഹത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, എനിക്ക് ആൺകുട്ടിയുടെ ആഗ്രഹമുണ്ട്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അവനെ പ്രേമിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ നീ ഇടപെടണമേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം വിളിക്കാൻ സഹായിക്കുമ്പോൾ, യേശുവിൻ്റെ ശക്തി കുഞ്ഞിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടി റിയാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തിരിച്ചു വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സഫലീകരിക്കാൻ സാധിക്കാത്ത സ്വപ്നങ്ങളല്ലേ, നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ ദിവാസ്വപ്നമായിട്ട് കാണുന്നത്? അങ്ങനെയും വരാം, അല്ലാതെയും വരാം. ചിലപ്പോൾ നമുക്കൊരു നല്ലൊരു ബിരിയാണിയെക്കുറിച്ച് ഓർമ്മ വന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടു, കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ കയ്യിൽ കാശ് ഇല്ല, പണമില്ല. അപ്പോൾ നമ്മളത് സപ്രസ് ചെയ്ത് വെച്ചു. ചിലപ്പോൾ അന്ന് രാത്രി എന്ത് ചെയ്യുന്നു, നമ്മളിതുപോലെ വലിയൊരു ബിരിയാണി കഴിക്കാൻ പറ്റുന്ന വലിയ സ്ഥലത്ത് ഇരുന്നിട്ട് ആഘോഷമായി ബിരിയാണി കഴിക്കുന്നു. അതുണ്ടാകാം. ചിലവരെ സംബന്ധിച്ചോളം അവർക്കൊരു സ്വപ്നം ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ പോവാണ്. അവരെല്ലാ ദിവസവും സ്വപ്നം കാണും, പക്ഷേ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അത് എഴുന്നേറ്റ് കഴിയുമ്പോഴൊന്നും ലൈഫിൽ യാതൊരു അതുമായിട്ടും കണക്ഷനില്ല. അപ്പോൾ സന്തോഷേട്ടാ, സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒരിക്കലും നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ തെറ്റല്ല. സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ പല ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് പ്രതിഫലിക്കുന്നത്. വേണ്ട സ്വപ്നങ്ങളെ ഗൗരവമായിട്ട് എടുക്കാനും വേണ്ടാത്തതിനെ അതിൽ തന്നെ എന്ത് ചെയ്യണം, തള്ളി കളയണം. ഇപ്പോൾ ഞാനിപ്പോൾ രാത്രിയിൽ ഒരു നല്ലൊരു സ്വപ്നം കണ്ടു, എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി സന്തോഷം തരുന്ന സ്വപ്നം കണ്ട്, അതിൻ്റെ ഓർമ്മയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുസ്തകം നോക്കിക്കൊണ്ടിരുന്നാലും സംഭവിക്കും, അന്നെന്നുള്ളത് എനിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കാതെ വരും. ഇപ്പം നമുക്ക് ഈ കുട്ടിയെ സംബന്ധിച്ചോളം, ഈ കുട്ടിയുടെ കേസ് അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയല്ലായിരുന്നു, അവൻ്റെ ശരീരത്തിലുണ്ടായ ഒരു കെമിക്കൽ ചേഞ്ച് അത് തക്ക സമയത്ത് കണ്ടെത്താനും അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും തയ്യാറായപ്പോൾ, അതിന് ചെറിയൊരു മരുന്ന് അവനെടുക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഈ സമയത്ത് 3 ഗ്രൂപ്പായി സഹകരിച്ചതാണ്. ഒന്ന്, ഈ കുട്ടിയുടെ അവസ്ഥയിൽ അവൻ്റെ പപ്പായും മമ്മയും അവനോട് ചേർന്ന് നിന്നു.
2 ധ്യാനിപ്പിച്ചവരായി ഞങ്ങൾ അവനോട് എന്ത് ചെയ്യുന്നു, ചേർന്ന് നിന്നു. 3 അവന് പറ്റുന്ന വൈദ്യസഹായം കിട്ടും അവരോടും ചേർന്ന്. ഇപ്പോൾ ഈ 3 ഗ്രൂപ്പുകാരോട് കൂടിയാണ് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, നന്മയിലേക്ക് യേശുവിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ സാധിച്ചത്. ഇവിടെ ഈ പ്രശ്നം മാതാപിതാക്കൾ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയും. അത് ആദ്യത്തെ പ്രാവശ്യം ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ മമ്മിയുടെ പപ്പായെന്ന് വന്നു. കാരണം ഇവനിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, മമ്മിയും പപ്പായും പറയുന്നറിയാവോ, ഇവന് സുബോധം നഷ്ടപ്പെട്ടു, ഇവന് അഹങ്കാരമാണ്, ഇത്ര നാളില്ലായിരുന്നു, ഇപ്പോൾ എവിടെ നിന്നാണ് നിനക്ക് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അപ്പോഴാണ് ഈശോ ഒരു കാര്യം പറഞ്ഞു തന്നത്, മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ഒരു പരിധി കൂടുതലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു വികാരത്തിന് തരമുണ്ട്. വികാരം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് പറയാൻ പാടില്ലാത്തതെല്ലാം പറയും. വാസ്തവത്തിൽ ഇവനെ 2ഉം 3ഉം പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ രോഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് അനുതാപം വന്നു. കാരണം എൻ്റെ കൊച്ച് ഇപ്രകാരം പെരുമാറാൻ കാരണം അവൻ്റെ ശരീരത്തിലുണ്ടായ ഒരു ചേഞ്ച് ആണല്ലോ, അത് മനസ്സിലാക്കാൻ പറ്റി. അതുവരെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ, അവന് അഹങ്കാരമാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ഇവിടെയാണ് ബൈബിളിൽ നമ്മളോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 24 തൊട്ടുള്ള വാക്യങ്ങൾ ഈശോ ഒരു ഉപമയായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. നല്ല വിത്ത് ഒരു വയലിൽ വിതച്ചു, അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഉറക്കമായപ്പോൾ കളകൾ എന്ത് ചെയ്തു, വിതയ്ക്കപ്പെട്ടു. അപ്പോൾ ഇവൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഒരു പരിധി പറഞ്ഞാൽ ഈ കളകളാണ്. കാരണം ഇവൻ ബാല്യത്തിലൊക്കെ കണ്ടിരിക്കുന്ന എന്ത് ചെയ്യുന്നു, സച്ചിൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് താരത്തിന് കിട്ടിയിരിക്കുന്ന വലിയ അമാനുഷികമായിട്ടുള്ള ആദരവ്, അനുഗ്രഹം, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കളി കാണാനായിട്ടുള്ള ജനലക്ഷങ്ങൾ ഒരുമിച്ച് വരുന്നു, ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ കിടക്കുക. ഈ കളകളാണ് വാസ്തവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വപ്നമായിട്ട് കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ധാരാളം കളകൾ വിതയ്ക്കപ്പെടുന്നുണ്ട്. മാതാപിതാക്കൾ അറിയാത്ത കളകളുണ്ട്, അധ്യാപകർ അറിയാത്ത കളകളുണ്ട്. അല്ലെങ്കിൽ അധ്യാപകർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തിന്മ എന്ത് ചെയ്യുന്നു, അവർ പ്രവേശിക്കുന്നു. ഈ കളകളാണ്. അപ്പോൾ 26-ാമത്തെ വാക്യമുണ്ട്, വായിക്കാം. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. ചെടികൾ വളർന്നപ്പോഴാണ് എന്ത്, കളകളും പ്രത്യക്ഷപ്പെടുന്നത്. എന്തായിരിക്കാം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട് കിടക്കുന്ന കളകളുണ്ട്. ഇത് ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നു, വലിയ ഇതൊന്നും വരത്തില്ല ചെറുപ്പത്തിൽ. പക്ഷേ ടീനേജിൽ വരുമ്പോൾ ഈ കളകൾ എന്ത് ചെയ്യും, വളരും. ഇപ്പോൾ ചെറുപ്പത്തിലൊരു കൊച്ചുകുട്ടി ഒരു ഒത്തിരിയധികം ഇപ്പോൾ പ്രേമഗാനങ്ങളും അല്ലെങ്കിൽ പ്രേമ സിനിമയെ കാണുമെന്ന് വിചാരിച്ചോ, കുട്ടിയുടെ നിലയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കുട്ടിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് കളയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഈ കുട്ടി ടീനേജ് വരുമ്പോൾ ഈ കള എന്ത് ചെയ്യും, വളരെ ഒപ്പം വരും. കാരണം കുട്ടി കണ്ടതും കേട്ടതും കുട്ടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഈ മോനിലുള്ള കെമിക്കൽ ചേഞ്ച് ഉണ്ട്, ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിൻ്റെ സമയത്ത് ചിലപ്പോൾ ഈ കളകൾ കിടപ്പുണ്ടെങ്കിൽ കളകൾ കയറി വരും. അപ്പോഴാണ് മാതാപിതാക്കൾ ചിലപ്പോൾ നിങ്ങളോടൊക്കെ ചോദിക്കും, ഇത്രയും നാളില്ലാത്ത ദുസ്വഭാവങ്ങളൊക്കെ എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും. ദുസ്വഭാവം ഇവിടെ ചെറുപ്പത്തിലെ കിട്ടിയതാണ്, വളർന്നു വന്നപ്പോഴാണ് ഈ നല്ല 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 വിത്തിന് വിളവെടുപ്പിന് സമയത്താണ് കളകളും കയറി വരുന്നത്. അപ്പോൾ അവിടെ 28-ാമത്തെ വാക്യം വായിക്കാം. അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. വേലക്കാർ ചോദിക്കുക, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളയട്ടെ. അപ്പോൾ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, വായിക്കാം. അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ. ഉത്തരവാദിത്തപ്പെട്ടവർ കളകൾ പറിച്ചെടുക്കുമ്പോൾ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു, ഗോതമ്പ് ചെടികൾ. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഈ കുട്ടിയുടെ കാര്യത്തിൽ മമ്മിയും പപ്പായും തുടർച്ചയായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇവൻ്റെ ഉള്ളിൽ കള പറിക്കാനായിട്ട് പോകുന്നതോടൊപ്പം ഇവൻ്റെ ഉള്ളിൽ നന്മയും. അവിടെയാണ് ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്, 30-ാമത്തെ വാക്യം വായിച്ചേ. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് വരെ, യേശുവിൻ്റെ ആഗമനം വരെ ഒന്നിച്ച് വളരട്ടെ. പിന്നെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവൻ. കൊയ്ത്തുകാരോടാണ് പറയുന്നത് കളകൾ മാറ്റാനായിട്ട്. എന്ന് വെച്ചാൽ ആത്മീയ ശുശ്രൂഷകരോടും
അപ്പോൾ ഈ കുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഈ കുട്ടിയുടെ പപ്പായും മമ്മിയും ഇടപെടാൻ ശ്രമിച്ചു. അത് വലിയ മുറിവായി തീർന്നു, അസ്വസ്ഥതയായി. എന്നാൽ ക്രിസ്റ്റിയും അവരെ സഹായിച്ചു. ഈ മെഡിക്കൽ മേഖലയും ഈ കുട്ടിയെ സഹായിച്ചപ്പോൾ എന്ത് ചെയ്തു? കളകൾ പിഴുതു മാറ്റി കുട്ടിയെ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ഫോർമേഷനിൽ ഈ 3 ഘടകങ്ങളും ആവശ്യമാണ്. മമ്മിയും പപ്പായും സഹകരിക്കണം. പക്ഷേ മമ്മിയും പപ്പായും തന്നെ ചിലപ്പോൾ ഒരു പ്രശ്നം ഡീൽ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു വൈകാരിക തലമുണ്ട്. ആ വൈകാരികതയിലേക്ക് പ്രവേശിച്ചാൽ എന്ത് ചെയ്യും? കുട്ടിക്ക് ഇരട്ടി മുറിവുകളേൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അവിടെയാണ് നമ്മൾ ആത്മീയമായി സഹായിക്കുന്നത്, വൈദികൻ്റെ സഹായം. ആ സഹായത്തോടു കൂടി നമുക്ക് ചിലപ്പോൾ നല്ലൊരു നിർദ്ദേശം കിട്ടുമ്പോൾ ഒരു മെഡിസിൻ എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ വല്ല ചെറുതായിട്ടായിരിക്കാം, അതൊരിക്കലും കുറച്ചിലായിട്ട് കരുതരുത്. അതും കൂടെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യുന്നു? ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. കുട്ടിയുടെ ഭാവിക്ക് നല്ലതായിട്ട് തീരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അവരെ കുറ്റം വിധിക്കാനോ അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. അവരെ കണ്ടെത്തുവാനും അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവസ്ഥയാണെങ്കിൽ നന്മയിലേക്ക് വരാനും നമ്മൾ സഹായിക്കണം. എൻ്റെ ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, മാതാപിതാക്കളെ, കുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത വണ്ണം മനസ്സിൻ്റെ അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്ത് ആ മുറിവ് വലുതാക്കുന്നതിന് പകരം ആരുടെയെങ്കിലും, നിങ്ങളുടെ വികാരിച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെയോ ഒരു ആത്മീയ മനുഷ്യ സഹായത്തോടു കൂടി പ്രശ്നം കൈകാര്യം ചെയ്യുക. അതോടൊപ്പം ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ മടിക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ മക്കൾക്ക്, കുട്ടികൾക്ക് ലഭിക്കേണ്ടത് ലഭിച്ചാലേ ഉള്ളൂ അത് ഭാവിയിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നാണക്കേടോ മറ്റോ വിചാരിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും ചെയ്യാതിരിക്കരുത്. മക്കളെ, നിങ്ങൾക്കൊരു മരുന്ന് കഴിക്കാൻ ഒരു ഹോമിയോ ഡോക്ടറോ അല്ലെങ്കിൽ ഏതൊരു ഡോക്ടറോ ആവശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. എന്തെന്നാൽ നിങ്ങളുടെ ഈ സമയത്ത് അത് ആവശ്യമുള്ളതുകൊണ്ട് അവർ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഭയപ്പെട്ടോ വിഷമിച്ചോ മരുന്ന് കഴിക്കാതിരുന്നാൽ നിങ്ങളെ നെഗറ്റീവ് ക്യാരക്ടർ കണ്ടമാനം ബിൽഡപ്പ് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു വരാനാവാത്ത വണ്ണം നിങ്ങൾക്കൊരു പക്ഷേ ജീവൻ തന്നെ കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ദൈവം നിങ്ങളെ നയിക്കുന്ന വഴികളിലൂടെ ധൈര്യമായിട്ട് പോവുക. അതിന് കിട്ടുന്ന ആത്മീയ സഹായങ്ങൾ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നല്ല സ്വപ്നങ്ങൾ കാണുന്നതിനും അങ്ങ് ഞങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന ജീവിത ലക്ഷ്യം നേടുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തരാക്കണമേ. തെറ്റായ ദിവാസ്വപ്നങ്ങൾ പെട്ടുകൊള്ളാതെ നല്ല രീതിയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ട് ഈശോയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തെറ്റായ വഴിയിലൂടെ ഞങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും സഹായത്തോടെ തിരികെ വരാനും അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാനും ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായി സഹായിക്കണമേ. നാം കാണുന്ന സ്വപ്നങ്ങളെയും ദിവാസ്വപ്നങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചു വരുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം.